ഇവാൻ വ്യൂക്കോവിനോച്ചിൽ നിന്നും മൈക്കിൾ സ്റ്റാറയിലേക്ക് എത്തുമ്പോൾ തീയുണ്ട കണക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ദിശയിലേക്കെന്നാണ് സൂചന. ഹായ് ഗൈസ്, വെൽക്കം ടു സ്പോർട്സ് ഡയസ്. മുഖ്യ പരിശീലകനായ സ്വീഡിഷുകാരൻ മൈക്കിൾ സ്റ്റാറയുടെ ശിക്ഷണത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം. 2014 ISL ആരംഭിച്ചപ്പോൾ മുതൽ കളത്തിലുള്ള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയും ഒരു ആഭ്യന്തര ട്രോഫിയിൽ മുത്തം വെക്കുവാൻ സാധിച്ചിട്ടില്ല. 2024-25 സീസണിൽ കന്നി കിരീടം എന്ന മോഹം ക്ലബിന് സഫലമാക്കാൻ സാധിക്കുമോ എന്നതാണ് സുപ്രധാന ചോദ്യം. ക്ലബിലെത്തിയ ആദ്യ സീസണിൽ തന്നെ പ്രകടമായ മാറ്റമാണ് സ്റ്റാറ വരുത്തിയത്. അതിൽ പ്രധാനം ഡ്യൂറന്റ് കപ്പിന് ഒന്നാം നിര ടീമിനെ തന്നെ ഇറക്കുക എന്നായിരുന്നു. ഇവാൻ പരിശീലകനായിരുന്നപ്പോൾ രണ്ടാം നിര ടീമാണ് ഡ്യൂറന്റ് കപ്പിന് മത്സരിച്ചിരുന്നത്. അതുപോലെ ഡ്യൂറന്റ് കപ്പിന്റെ സമയത്ത് ടീം വിദേശ ടൂറിലും ആയിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഡ്യൂറന്റ് കപ്പിന് മുന്നേ തന്നെ വിദേശ പര്യടനം കഴിഞ്ഞ് ടീം ഇന്ത്യയിൽ തിരിച്ചെത്തുകയും പോരാട്ടത്തിന് ഒന്നാം നിരയുമായി ഇറങ്ങുകയും ചെയ്തു. ഇതെല്ലാം ടീമിന്റെ പോസിറ്റീവ് മാറ്റങ്ങളായി കണക്കാക്കാം. ഡ്യൂറന്റ് കപ്പ് വേദി മോശമാണ്, ക്വാളിറ്റി പോരാട്ടങ്ങളെല്ലാം നടക്കുന്നത് എന്നെല്ലാമുള്ള കുറ്റപ്പെടുത്തലുകളോടെയായിരുന്നു രണ്ടാം നിര ടീമിനെ ബ്ലാസ്റ്റേഴ്സ് മുൻപ് കളത്തിലിറക്കിയിരുന്നത്. എന്നാൽ മുംബൈ, ബംഗളൂരു ടീമുകൾ ISLന് മുമ്പായുള്ള മുന്നൊരുക്കമായി കണ്ട് ശക്തമായ ടീമിനെ തന്നെ ഇറക്കുമ്പോഴായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മുഖം തിരിച്ചു നിൽക്കൽ. ഏതായാലും പുതിയ സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മുംബൈ FC-യുടെ റിസർവ് ടീമിനെ 8-0 പരാജയപ്പെടുത്തിയ ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സിയിലെ രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് FC-യുമായി 1-1 സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുകയാണ് ലക്ഷ്യമെന്ന് കളിക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. റെക്കോർഡുകൾ കുറിച്ചാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പ്. മുംബൈ FC-ക്കെതിരായ 8-0 വിജയം ഡ്യൂറന്റ് ക്ലബിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ടീമിനെതിരെ നേടുന്ന ഏറ്റവും വലിയ മാർജിനിലുള്ള ജയമാണ്. മാത്രമല്ല, ഡ്യൂറന്റ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജയവും ബ്ലാസ്റ്റേഴ്സിന്റെ പേരിലായി. ഇപ്പോൾ CASF പ്രൊട്ടക്ടേഴ്സിനെ 7-up കുടിപ്പിച്ച് പ്ലേ ഓഫിൽ കയറിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് 6-0 മുന്നിലായിരുന്നു. 90-ാം മിനിറ്റിലായിരുന്നു 7-ാം ഗോൾ. മൊറോക്കൻ ഫോർവേഡറായ നോഹ ഹാട്രിക് നേടി CASFന്റെ നെഞ്ചിലെ ആണി അടിച്ചുറപ്പിച്ചു. പെപ്രയും ഐമനും നവോച്ചയും അസ്ഹറും കൂടെ കൂടി. 88-ാം മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് നോഹ ഹാട്രിക് തികച്ചത്. C ഗ്രൂപ്പിൽ നിന്ന് 7 പോയിന്റോടെ ഒന്നാം സ്ഥാനക്കാരായ ടീം പ്ലേ ഓഫിന് യോഗ്യതയും സ്വന്തമാക്കി. ടൂർണമെന്റിൽ 16 ഗോളുകൾ അടിച്ച ടീം ഇതുവരെ വഴങ്ങിയത് ഒരൊറ്റ ഗോൾ മാത്രം. പുതിയ കോച്ചിന്റെ വരവോടെ ടീമിൽ വന്നത് പോസിറ്റീവ് മാറ്റങ്ങളാണ്. രീതികളും മാറ്റങ്ങളും ആരാധകരെയും ത്രില്ലടിപ്പിച്ചിരിക്കുകയാണ്. 2024 ഡ്യൂറന്റ് കപ്പ് സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞാൽ കന്നി കിരീടം സമ്മാനിച്ച പരിശീലകൻ എന്ന നേട്ടത്തിലേക്ക് 49-കാരനായ മൈക്കിൾ സ്റ്റാറയ്ക്ക് എത്താം. ഒപ്പം പടിക്കൽ കലമുടയ്ക്കുന്ന ചരിത്രത്തിന് ഒരു തിരുത്തുമാവാം.